ആശങ്കാജനകമായ വാർത്തകളാണ് ഡൽഹിയിൽ നിന്ന് വരുന്നത്. ഡൽഹിയിൽ ചെങ്കോട്ടയ്ക്ക് സമീപം ഒരു കാറിൽ പൊട്ടിത്തെറി ഉണ്ടായിരിക്കുന്നു. ആ തീ 4 വാഹനങ്ങളിലേക്ക് പടർന്നിരിക്കുന്നു. ലാൽകില മെട്രോ സ്റ്റേഷന് സമീപത്താണ് ഈ സ്ഫോടനം ഉണ്ടായിരിക്കുന്നത്. ഇന്ത്യ ഗേറ്റിന്റെ ചെങ്കോട്ടയുടെ ഗേറ്റ് നമ്പർ 1 ആണ് ഇപ്പോൾ ഈ സ്ഫോടനം ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ് വിവരം. ഈ സ്ഫോടനം അത് ഭീകരാക്രമണമാണോ അതോ ഒരു അപകടമാണോ എന്ന് ഇതിനോടകം വ്യക്തമായിട്ടില്ല. 7 ഫയർ എഞ്ചിനുകൾ ഇപ്പോൾ തീ അണച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് വിവരം. ഇപ്പോൾ കാണുന്നത് ഡൽഹിയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ്. വൈകിട്ട് 6:55 ഈ സ്ഫോടനം ഉണ്ടായത്. പാർക്ക് ചെയ്ത നിലയിൽ ഉണ്ടായിരുന്ന ഒരു കാറിൽ സ്ഫോടനം ഉണ്ടായി. ആ സ്ഫോടനത്തെ തുടർന്ന് മറ്റ് കാറുകളിലേക്ക് തീ പടർന്നു. അങ്ങനെ 4 കാറുകൾ അഗ്നിക്കിരയായി എന്നുള്ളതാണ് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരം. ഇത് എന്താണ് സംഭവിച്ചത് എന്ന വിശദാംശങ്ങൾ ലഭിക്കേണ്ടതുണ്ട്. ഇപ്പോൾ പ്രദേശം കനത്ത സുരക്ഷാ വലയത്തിലാണ്. കാറ് പൊട്ടിത്തെറിച്ച ഉടനെ തീ മറ്റ് വാഹനങ്ങളിലേക്ക് പടരുകയായിരുന്നു. ഇതൊരു ആക്രമണമാണ് എന്ന് സ്ഥിരീകരിച്ചിട്ടില്ല ഈ നിമിഷം വരെയും. ഒരുപക്ഷെ അപകടമാകാനും മതി. എന്തായാലും ആകാംക്ഷയോടുകൂടി രാജ്യം കാത്തിരിക്കുകയാണ്. ഏറെക്കാലമായി രാജ്യതലസ്ഥാനത്ത് ഭീകരാക്രമണങ്ങളോ അനിഷ്ട സംഭവങ്ങളോ ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ എന്താണ് സംഭവിച്ചത് എന്നുള്ളതിന്റെ ഔദ്യോഗികമായ വിവരങ്ങൾ ലഭിക്കേണ്ടതുണ്ട്. പി ബസന്ത് തുടരുന്നു ഡൽഹിയിൽ നിന്ന്. ബസന്ത്, ഒരു വാഹനത്തിൽ സ്ഫോടനമുണ്ടായി, ബാക്കി 4 കാറുകളിലേക്ക് അഗ്നി പടർന്നു എന്നാണ് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരം. എന്താണ് അതോറിറ്റീസ് പറയുന്നത്? ഇതിൽ കൂടുതലായി എന്തെങ്കിലും വിശദാംശങ്ങൾ ലഭ്യമായിട്ടുണ്ടോ? ഡൽഹി പോലീസ് ഇപ്പോൾ ഔദ്യോഗികമായി പറഞ്ഞിരിക്കുന്നത് അവർക്ക് കിട്ടിയ സന്ദേശം പ്രകാരം റെഡ് ഫോർട്ട് മെട്രോ സ്റ്റേഷന്റെ 1-ാം നമ്പർ ഗേറ്റിന് മുന്നിലെ ഒരു കാറ് സ്ഫോടനമുണ്ടായി എന്നുള്ളതാണ്. അതനുസരിച്ചിട്ടുള്ള അന്വേഷണങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്. ഇന്ന് രാവിലെ 300 കിലോഗ്രാം RDX പിടിച്ച ഒരു പശ്ചാത്തലം ഇതുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് ഭീകരാക്രമണമാണോ എന്നുള്ളൊരു സംശയം പോലീസിനുണ്ട്. അവരതിന്റെ ആ വശം പരിശോധിക്കുന്ന മാത്രമേ ഉള്ളൂ ഇപ്പോൾ. അതായത് ഈ സ്ഫോടനം ഏത് തരത്തിലുണ്ടായി എന്നുള്ളതാണ്. ഇതൊരു സംഘടിത നീക്കമാണോ എന്നുള്ളൊരു സംശയത്തിന്റെ കാര്യങ്ങളൊക്കെ ഇനി അന്വേഷണത്തിലാണ് തിരിച്ചറിയേണ്ടത്. ഏതായാലും പോലീസ് ഇപ്പോൾ ഈ 4 വാഹനങ്ങൾ കൂടി ഈ സ്ഫോടനത്തിന്റെ ഭാഗമായി പൊട്ടിത്തെറിച്ചത് എന്നുള്ളൊരു നിഗമനമാണുള്ളത്. അതായത് ഒരു കാറ് ബോംബ് സ്ഫോടനം ഉണ്ടാകുന്നു, അതിന്റെ ഭാഗമായി മറ്റ് 4 കാറുകളിലേക്ക് കൂടി തീ പടർന്നതാകാം എന്നുള്ളൊരു സംശയം ഇപ്പോൾ പോലീസ് പങ്കുവെക്കുന്നുണ്ട്. ഏതായാലും ഇപ്പോൾ അവിടെ ഒരു പരിശോധന നടക്കുന്നു എന്ന് മാത്രമേ നമുക്ക് പറയാൻ കഴിയുകയുള്ളൂ. ഇന്ന് രാവിലെ ഈ 300 കിലോഗ്രാം RDX പിടിച്ചിരുന്നു. 2 പേരെ പോലീസ് കസ്റ്റഡിയിൽ എടുക്കുകയും ചെയ്തിരുന്നു. ഇത് ഡൽഹിയിൽ വലിയ തോതിൽ ഭീകരാക്രമണത്തിനുള്ള പദ്ധതിയാണ് എന്നുള്ള തരത്തിലാണ് വാർത്തകൾ വന്നത്. അതായത് ജമ്മു കാശ്മീരിൽ കഴിഞ്ഞ ദിവസം നടന്ന പരിശോധനയുടെ ഭാഗമായി 7 പേർ ഇതുവരെയായി അറസ്റ്റിലായിട്ടുണ്ട്. 2800-ലധികം കിലോഗ്രാം അമോണിയം നൈട്രേറ്റും മറ്റ് സ്ഫോടക വസ്തുക്കൾ ഉണ്ടാക്കുന്നതിനുള്ള സാമഗ്രികളുമാണ് പിടിച്ചെടുത്തത്. അതിന്റെ ഭാഗമായിട്ടാണ് ഡൽഹിയിലും പരിശോധനകൾ നടന്നത്. ഇന്ന് രാവിലെ ഹരിയാന പോലീസുമായി ചേർന്നുള്ള ഒരു പരിശോധനയാണ് ഡൽഹിയിലെ പ്രാന്തപ്രദേശമായ ഫരീദാബാദിൽ ഉണ്ടായത്. ഇതിന്റെ ഭാഗം ഇന്ന് ഈ അന്വേഷണം നടക്കുന്നതിനാണ് ഇപ്പോൾ ഡൽഹി ചെങ്കോട്ടയിൽ സ്ഫോടനം ഉണ്ടാവുകയും ചെയ്തിരിക്കുന്നത്. ഭീകരാക്രമണമാണോ എന്നുള്ളത് സംശയം പോലീസിന്റെ ഭാഗത്തു നിന്ന് അത് പരിശോധിച്ചു വരുന്നു എന്ന് മാത്രമേ നമുക്കിപ്പോൾ പറയാൻ കഴിയുള്ളൂ. പക്ഷെ രാവിലെ 300 കിലോഗ്രാം RDX പിടിച്ചത് ഭീകരാക്രമണ പദ്ധതിയുമായി ബന്ധപ്പെട്ടാണ് എന്നാണ് പോലീസ് വൃത്തങ്ങൾ നൽകുന്ന സൂചന. ഇതിന്റെ ഭാഗമായി, അതായത് ജമ്മു കാശ്മീർ പോലീസ് തന്നെ നേരിട്ട് നടത്തിയ അന്വേഷണത്തിന്റെ ഭാഗമായിട്ടാണ് ഹരിയാന പോലീസിന്റെ സഹായത്തോടെ ഇതിപ്പോൾ രാവിലെ കണ്ടെടുത്തത്. ഏതായാലും ഇപ്പോൾ ചെങ്കോട്ടയിൽ പൂർണ്ണമായും ഡൽഹി പോലീസിന്റെ സുരക്ഷാ വലയത്തിലാണ്. ഫയർഫോഴ്സുകൾ സ്ഥലത്തുണ്ട്. തീ അണയ്ക്കാനുള്ള ശ്രമം തുടരുന്നു. ഒരു ശരീരഭാഗം കണ്ടെത്തിയതിന്റെ ദൃശ്യങ്ങൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. പക്ഷെ അത് ഇതിന്റെ എന്താണ് എന്നുള്ള സംബന്ധിച്ച് സ്ഥിരീകരണം വരാനിരിക്കുന്നു. കൂടുതൽ പേർക്ക് പരിക്കേറ്റിട്ടുണ്ടോ, എന്തെങ്കിലും മറ്റ് അത്യാഹിതങ്ങൾ ആർക്കെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ പരിശോധനയ്ക്ക് വിധേയമാണ്.